അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയ ശേഷം വമ്പൻ തിരിച്ചടി നൽകും എന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പറഞ്ഞിരുന്നു. 15,000-ഓളം താലിബാൻ ഭീകരർ ഇതിനായി പാകിസ്ഥാൻ അതിർത്തിയിലെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിന് മറുപടി നൽകുന്നത് പാകിസ്ഥാൻ അകത്ത് തന്നെയുള്ള തീവ്രവാദ സംഘടനയായിട്ടുള്ള ടെഹ്രീക്കെ താലിബാനാണ്. നിങ്ങൾക്ക് ഞങ്ങൾ തകർപ്പൻ മറുപടി നൽകും എന്ന് ടെഹ്രീക്കെ താലിബാനും പ്രഖ്യാപിച്ചിരുന്നു. ടെഹ്രീക്കെ താലിബാന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് പാക് സൈന്യമാണ്. പാകിസ്ഥാനെ പൂർണ്ണമായി പിടിച്ചടക്കി പാകിസ്ഥാനെ താലിബാന്റെ ഭരണത്തിലേക്ക് കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ടെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്നത്. ഈ ടെഹ്രീക്കെ താലിബാനാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ അങ്ങിങ്ങായി വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടെഹ്രീക്കെ താലിബാനെതിരെ പാകിസ്ഥാൻ കനത്ത ഓപ്പറേഷൻ തുടങ്ങി എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇപ്പോൾ അങ്ങിങ്ങായി ടെഹ്രീക്കെ താലിബാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കനത്ത വെടിവെപ്പാണ് പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായി ടെഹ്രീക്കെ താലിബാൻ പാക് സൈന്യത്തെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ടെഹ്രീക്കെ താലിബാൻ വിവിധ ഇടങ്ങളിൽ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ആ യോഗങ്ങളെല്ലാം ട്രേസ് ചെയ്യാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ പാക് സൈന്യത്തിന്റെ അന്ത്യമായിരിക്കും എന്ന് പാകിസ്ഥാന് കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ സൂചന ലഭിച്ചിട്ടുണ്ട്. മേജർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ തീർത്തുകൊണ്ടാണ് ടെഹ്രീക്കെ താലിബാൻ തങ്ങളുടെ താണ്ഡവം ഇപ്പോൾ പാകിസ്ഥാനിൽ തുടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും വടക്കൻ വസീറിസ്ഥാനിലാണ് പാകിസ്ഥാൻ സൈന്യവും ടെഹ്രീക്കെ താലിബാനും ഏറ്റുമുട്ടുന്നത്. വടക്കൻ വസീറിസ്ഥാനിൽ ഇപ്പോൾ മേജർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. പാക് സൈന്യം പ്രസ്താവന ഇതേ തുടർന്ന് ഇറക്കിയിട്ടുണ്ട്. അതേസമയം പാക് സൈനികർ തങ്ങൾ 13 ഭീകരരെ അടക്കം വധിച്ചു എന്നാണ് പറയുന്നത്. പലയിടത്തും സൈനികരും ടെഹ്രീക്കെ താലിബാൻ ുമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബന്നു ജില്ലയിലാണ് പ്രധാനമായും ഒരു ഓപ്പറേഷൻ ഇവർ നടത്തിയത്. ബന്നു ജില്ലയിൽ പാകിസ്ഥാനും സൈന്യവും ടെഹ്രീക്കെ താലിബാനും തമ്മിലുള്ള കനത്ത ആക്രമണമായിരുന്നു കാണാൻ സാധിച്ചത്. ഇത് പറഞ്ഞിരിക്കുന്നത് സൈന്യത്തിന്റെ മീഡിയ വിഭാഗം ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് തന്നെയാണ് എന്നുള്ളതാണ്. വേറൊരു കാര്യമെന്ന് പറയുന്നത് ഭീകരരുടെ ഒളിത്താവളങ്ങൾ പാക് സൈന്യം ഇപ്പോൾ ലക്ഷ്യമിടുന്നു എന്നാണ് അറിയാനായി സാധിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ സൈനികരും ടെഹ്രീക്കെ താലിബാനും. വടക്കൻ വസീറിസ്ഥാൻ ജില്ലയിലും ഓപ്പറേഷനും കനത്ത വെടിവെപ്പും നടന്നു എന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു സൈനിക ഉദ്യോഗസ്ഥനടക്കം 5 തീവ്രവാദികളും 8 ഭീകരർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 5 തീവ്രവാദികളും ഒരു സൈനിക ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ വടക്കൻ വസീറിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. മിർ അലി തെഹ്റാസിലെ ബർഹൌഖേൽ ഏരിയയിലാണ് ഇന്റലിജൻസ് അടിസ്ഥാനമായി പ്രധാനമായും ഓപ്പറേഷൻ നടത്തിയത്. 25ഓളം തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് അവിടെ സൂചന ലഭിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ടെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ സൈന്യത്തെ വളഞ്ഞ് ആക്രമണം നടത്തിയത്. യഥാർത്ഥത്തിൽ അത് ഒരു കെണിയായിരുന്നു. പാകിസ്ഥാൻ സൈന്യം അതിനകത്തേക്ക് വന്ന് കയറി. എങ്കിലും പാകിസ്ഥാൻ സൈന്യം പിടിച്ചു നിന്നു 13 ഭീകരരെ വധിച്ചു എന്നാണ് പാക് സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പല മാധ്യമങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ സേന സ്ഥലത്തെത്തിയതോടുകൂടി അപ്പോൾ രൂക്ഷമായ വെടിവെപ്പുണ്ടായി. കൊല്ലപ്പെട്ട തീവ്രവാദികൾ നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നവരാണ് എന്നാണ് പാക് സൈന്യം ഇപ്പോൾ ഇതിന് മറുപടിയായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാനിലെ ദേശീയ മാധ്യമങ്ങൾ വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റുമുട്ടലിനെ തുടർന്ന് സുരക്ഷാ സേന ആ പ്രദേശം വളയുകയും തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു. പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സമാധാനപരമായി ജീവിക്കാനും ഈ പ്രദേശത്ത് ടെഹ്രീക്കെ താലിബാൻ വേണ്ട എന്നാണ് പാകിസ്ഥാന്റെ ജില്ലാ ഭരണകൂടം ഇപ്പോൾ പറയുന്നത്. പോരാത്തതിന് വ്യാഴാഴ്ച രാത്രി സൗത്ത് വസീറിസ്ഥാനിലെ ബിർമൽ തഹ്സീലിൽ നടത്തിയ 2 ആക്രമണത്തിൽ സുരക്ഷാ സേന തീവ്രവാദികളുടെ ഒളിസ്ഥാനം ലക്ഷ്യമിട്ടെങ്കിലും പാകിസ്ഥാൻ സൈന്യത്തിനും കനത്ത പരിക്ക് പറ്റുന്ന കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.